പി.കെ. രാംദാസ് ഒരു പൊതുവേദിയിൽ നിന്ന് മഴയത്ത് നിന്ന് അണികളെ അഭിസംബോധന ചെയ്യുന്ന സീനാണ് ട്രെയിലറിൽ കാണിക്കുന്നത്. എന്നാൽ ട്രെയിലറിൽ 3-4 സ്ഥലങ്ങളിൽ മഴ കാണിക്കുന്നുണ്ട്. അതൊന്ന് നമുക്ക് ലിങ്ക് ചെയ്യാം. ഗോവർദ്ധൻ ആദ്യം കാണിക്കുന്ന സീനിലും അവിടെ മഴ കാണിക്കുന്നുണ്ട്. അപ്പോൾ പി.കെ. രാംദാസ് സംസാരിക്കുന്നത് ഗോവർദ്ധൻ ക്യാമറയിൽ പകർത്തുന്നതായിരിക്കാം. പിന്നെ മഴയുള്ളൊരു സീൻ കാണിക്കുന്നത് സ്റ്റീഫന്റെ കാറാണ്. ഗോവർദ്ധൻ ലൂസിഫറിൽ പറഞ്ഞിട്ടുണ്ട് പി.കെ. രാംദാസ് പല വേദികളിലും സ്റ്റീഫനെ കൊണ്ട് നിർത്തി ഭയങ്കര ക്ലബ്ബുള്ളതായി കാണിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഒരു സീനായിരിക്കും ഈ കാണിക്കുന്നത്. ഒരു പൊതുപരിപാടിയിൽ സ്റ്റീഫനെ അവതരിപ്പിക്കുന്നതായിരിക്കും പി.കെ. രാംദാസ്. ലാലേട്ടനെ കാണിക്കുന്ന ഒരു ഷോട്ടിലും മഴയുണ്ട്. അപ്പൊ അതാവാനായിരിക്കും ചാൻസ് കൂടുതൽ. പിന്നെ ബാക്ക് ടു IUFന്റെ ഒരു പരിപാടിയും ടൊവിനോനെയും കാണിക്കുന്നുണ്ട്. ലൂസിഫറിൽ സായികുമാർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, കാവിപ്പട കേരളത്തിന്റെ വാതിലില് വന്ന് മുട്ട് തുടങ്ങിയിട്ട് കാലം കുറച്ചായിരുന്നു. അപ്പൊ ഈ സീൻ കാണിക്കുന്നത് IUFനെക്കാട്ടിയും വലിയൊരു ശക്തിയായി IUFനെ വിഴുങ്ങാൻ പറ്റുന്ന രീതിയിലോട്ട് പുതിയ സംഘടന കേരളത്തിൽ വന്നു എന്നാണ്. ആ സംഘടനയുടെ പേര് അഖണ്ഡ ശക്തി മോർച്ച എന്നാണ്. അതിന്റെ കേരള ഘടകത്തിന്റെ മെയിൻ നേതാവായിട്ടാണ് സുരാജിന് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതില് മണിക്കൊട്ടനെ കാണിക്കുന്നത് സുരാജിന്റെ പാർട്ടിയിലത്തെ ഒരു അംഗമായിട്ടാണ്. ലൂസിഫറില് ബൈജു ഇതേപോലെ തന്നെയായിരുന്നു. പിന്നെ അവസാനം മോഹൻലാലിന്റെ ഭാഗത്താണ് അവസാനം അറിഞ്ഞത്. അതേപോലെ മണിക്കുട്ടൻ ഇനി മോഹൻലാലിന്റെ ഭാഗത്താവാം. ഈ ഷോട്ടിന് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാരെക്കാട്ടിയും മുകളില് സുരാജ് കേരളത്തിൽ വേര് ഉറപ്പിച്ചു എന്നുള്ളതാണ്. പാർട്ടിക്ക് ദോഷം വരുന്ന എന്തോ ഒരു കാര്യം ടൊവിനോ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തത് മഞ്ജു വാര്യർ ചോദ്യം ചെയ്യുന്നതായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ IUFൽ ഒരു തീരുമാനം എടുത്തപ്പോ ആ പ്രധാന കസേരയില് ആരുമില്ല. ഇനി അടുത്തത് ആര് വേണമെന്നുള്ള തീരുമാനമാണ് അവിടെ എടുക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ഇവിടെയുള്ള പ്രശ്നങ്ങൾ സ്റ്റീഫന്റെ അടുത്ത് അറിയിക്കാൻ പോകുന്നതായിരിക്കും ഗോവർദ്ധൻ. എമ്പുരാനില് പൃഥ്വിരാജിന്റെ മെയിൻ എതിരാളി ആയിരിക്കണം ഇങ്ങോര്. പൃഥ്വിരാജ് ചെറുപ്പത്തിൽ താമസിച്ചിരുന്ന ഒരു ഗ്രാമത്തിൽ ഇങ്ങോര് അതിക്രമിച്ച് കയറി അവിടെയുള്ളവരൊക്കെ തല്ലിച്ചതച്ച് പൃഥ്വിരാജിന്റെ അമ്മേന്റെ തലയും തല്ലിപ്പൊളിച്ച് അവര് താമസിച്ചിരുന്ന ഗ്രാമോ വീടോ ഒക്കെ തീയിട്ട് നശിപ്പിച്ച് ഇതായി കാണിക്കുന്നത്. ഈ കാണിക്കുന്നതാണ് പൃഥ്വിരാജിന്റെ ചെറുപ്പകാലം. പൃഥ്വിരാജ് വീട് നഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴായിരിക്കും അവിടെ ആരോഗ്യമില്ലാത്തൊരു കുട്ടീനെയും പിടിച്ച് പൃഥ്വിരാജ് നാട് വിട്ടു പോകുന്നു. അങ്ങനെ ആയിരിക്കാം.